നമ്മൾ പങ്കുവച്ച കോഴിക്കോട് പന്തീരാങ്കാവ് ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരായ സമരം അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ്. ഇതാണ് ദൃശ്യങ്ങൾ. പോലീസിന് സമരക്കാരെ ബലം പ്രയോഗിച്ച് തന്നെ നീക്കേണ്ടി വരികയാണ്. ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോയത്? ഇംതിയാസ്, കേൾക്കാമോ? പന്തീരാങ്കാവിലെ ടോൾ ബൂത്തിനെതിരായ സമരമാണ്. സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല, നാട്ടുകാരെ ടോളിൽ നിന്ന് ഇളവ് നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ആദ്യഘട്ടം സമാധാനപരമായിരുന്നു. പിന്നീട് ഒരുപക്ഷെ ടോൾ ബൂത്തിലേക്ക് കയറാൻ ശ്രമിച്ചതൊക്കെ ആകാം. പോലീസ് അവരെ തടയുന്നു, സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയാണ്. ഇംതിയാസ്, കേൾക്കാമോ? ഇംതിയാസ്, ടോൾ പിരിവ് ആരംഭിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അതിൽ നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പ്രവർത്തകരെ, പ്രതിഷേധക്കാരെയൊക്കെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും സംഘർഷവും ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതോടു കൂടിയാണ് കാര്യം. ആദ്യം വന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ടോൾ പിരിക്കാനായിട്ട് അധികൃതർ തടഞ്ഞെങ്കിലും, ഇതുമായി ബന്ധപ്പെട്ടവർ തടഞ്ഞു നിർത്തിയെങ്കിലും പ്രവർത്തകർ ഇടപെട്ട് വാഹനങ്ങളെ കടത്തിവിടുകയായിരുന്നു. അങ്ങനെ നിരവധി വാഹനങ്ങളെ ടോൾ പിരിക്കാൻ അനുവദിക്കാതെ കടത്തിവിടുകയും ചെയ്തു. ഇതോടെയാണ് പിന്നീട് പോലീസ് ഇടപെട്ട് ഇവരെ, പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ആദ്യഘട്ടത്തിൽ അവിടെ ഒരു ഉന്തും തള്ളും ഉണ്ടാവുകയും, എന്നാൽ ഈ പ്രതിഷേധ കൂട്ടം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ആളുകൾ വീണ്ടും വരുമെന്നും പ്രതിഷേധിക്കുമെന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുമൊക്കെയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ അതിനെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. 8 മണിക്ക് ടോൾ പിരിവ് ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഇവർ പറയുന്നത് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല, സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ 2 പഞ്ചായത്തുകൾ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് പാസ് ഒഴിവാക്കി കൊടുക്കണം. അതായത് പണം അവർക്ക് നൽകേണ്ട ഒരു അവസ്ഥയുണ്ടാവരുത്. ഓട്ടോറിക്ഷ, ഇരുചക്ര വാഹനങ്ങൾ ഇവർക്ക് കൃത്യമായി സഞ്ചരിക്കാൻ സർവീസ് റോഡ് വേണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ബസ്സുകൾ, ഇതുവഴി സ്ഥിരമായി ഓടുന്ന ബസ്സുകൾ, ആ ബസ്സുകൾക്ക് ദിനം പ്രതി പണം കൊടുക്കേണ്ടത് കൊണ്ട് മാസത്തിൽ തന്നെ ഒരു 40,000-ലധികം രൂപയിലേക്ക് അവർക്ക് പണം കൊടുക്കേണ്ടി വരുന്നു. അവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കി സർവീസ് റോഡുകൾ കൃത്യമായി ഉപയോഗിച്ച് ഇവർക്ക് സുഗമമായി ഇതിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം, പ്രദേശവാസികൾക്ക് വഴി വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ആ ന്യായമായ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നത് വരെ സമരം തുടരും, അതുവരെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യങ്ങളാണ് പ്രതിഷേധക്കാർ പ്രധാനമായിട്ടും പറയുന്നത്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി അവർ സമരം ആരംഭിച്ചത്. എന്നാൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ പിരിവ് തുടങ്ങിയ ഒരു 10 മിനിറ്റിനകം തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും ഈ ബസ്സിലേക്ക് കയറ്റുന്ന സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്, പിടിവലികൾ നടക്കുകയാണ്. ബലം പ്രയോഗിച്ച് മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ടോൾ പാസർക്ക് മുൻപിൽ നിന്ന് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു വശത്തുകൂടെ ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പിരിവ് നടത്താനുള്ള ടോൾ പിരിവും നടക്കുന്നുണ്ട്. എന്നാൽ നാമമാത്രമായി അവശേഷിക്കുന്ന പ്രതിഷേധക്കാർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും പോലീസും തമ്മിൽ കയർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു സംശയവുമില്ല, ഈ സമരം ശക്തമായി മുന്നോട്ട് DCC അധ്യക്ഷൻ കെ പ്രവീൺ കുമാറിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കോൺഗ്രസിന്റെ
ഇത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. പോലീസിനെ നേടാൻ ശ്രമിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. താൽക്കാലികമായി ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിൽക്കിയാലും ഈ സമരം ഞങ്ങൾ ആവശ്യപ്പെട്ട മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ തുടരുക തന്നെ ചെയ്യും. ഇതിലും ശക്തമായി നാളെ മുതൽ വരും. തൽക്കാലം പോലീസിനെ വെച്ച് നേരിട്ട് ഇത് വിജയിക്കാമെന്ന് നിങ്ങൾക്ക് കരുതണ്ട. ഞങ്ങൾ 3 ആവശ്യങ്ങൾ മുന്നോട്ടിട്ടുണ്ട്. 1, അഴിയൂർ മുതൽ വെങ്ങല വരെയുള്ള റീച്ചിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കുക. 2, സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കുക. 3, ഈ പ്രദേശവാസികൾക്ക് ടോൾ അടയ്ക്കാതെ ഇതിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യപ്പെടുക. ഈ 3 ആവശ്യങ്ങളേ ഉള്ളൂ. അത് അംഗീകരിക്കും വരെ എത്ര പോലീസ് വന്നാലും പ്രതിഷേധ പരമ്പരയുമായി കോൺഗ്രസ് വരും. നിലവിൽ 60 കിലോമീറ്ററാണ് ടോൾ ബൂത്ത് അനുവദിക്കുന്നത്. ഇപ്പോൾ 25 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഞാൻ പറയട്ടെ, ടോൾ പിരിവിന് വെച്ച മാനദണ്ഡം തെറ്റാണ്. 1. രണ്ടാമത്തെ കാര്യം, എവിടെയുണ്ടോ പറ, ഒരു റീച്ച് ഒരു പ്രൊജക്ടിന്റെ പൂർണ്ണതയിൽ ഇവരത് ടോൾ പിരിക്കാറുണ്ടോ? 3, ഇവിടുത്തെ പരിസരവാസികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയ പിഴവണ്ണക്കാരന് തിരിച്ച് വീട്ടിൽ തന്നെങ്കിൽ ടോൾ കൊടുക്കണ്ടേ? ഒരു മിനി ബസ്സിന് 300 രൂപ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ടോൾ പിരിവിനല്ല ഞങ്ങൾ. ശരി, കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പന്തീരാങ്കാവിലെ ടോൾ പിരിവിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടത്. പോലീസ് പിന്നെ ബലം പ്രയോഗിച്ചവരെ നീക്കേണ്ടി വരുന്നു. നമുക്കറിയാം, ദേശീയപാത വികസനം നടക്കുമ്പോൾ ദൂരയാത്രകൾക്കൊക്കെ വളരെ സൗകര്യപ്രദമാണ്. നമ്മുടെ യാത്രയുടെ വേഗം കൂടും, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ ഓരോ ടോൾ ബൂത്ത് വരുമ്പോഴും അതിന് ചുറ്റുപാടുമുള്ള നാട്ടുകാരാണ് വലിയ പ്രതിസന്ധിയിലായി പോകുന്നത്. അവർക്കൊന്ന് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഈ വലിയ തുക നൽകേണ്ടി വരിക. പലയിടത്തും കുറവൊക്കെ കൊടുക്കുന്നുണ്ട്, ഇളവൊക്കെ നൽകുന്നുണ്ട്. ഇത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഒരു കാർഡ് കൊടുത്ത് ഇളവൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഇളവൊക്കെ ഇവിടെ നടപ്പാക്കണം എന്നതാണ് അവിടെ ആവശ്യം. സർവീസ് റോഡ് ഗതാഗത യോഗ്യമായാൽ തന്നെ ഒരു വലിയ അളവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നതും ചോദ്യമാണ്.